നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സാങ്കേതിക രംഗത്തെ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് 2023. നിർമ്മിത ബുദ്ധിയുടെ വലിയ തോതിലുള്ള വികസനവും വിവിധ ഉപയോഗങ്ങളും നമ്മൾ ഈ വർഷം കണ്ടു. ഒപ്പം തന്നെ അതിന്റെ തിക്തഫലങ്ങളും സാങ്കേതിക വിദ്യകൾ തെറ്റായി ഉപയോഗിച്ചാലുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ് പല സംഭവങ്ങളും നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. അതിൽ പ്രധാനം ബോളിവുഡിൽ നിന്ന് പുറത്തുവന്ന നിരവധി ഡീപ് ഫേക്ക് വീഡിയോകളുടെ നിര തന്നെയായിരുന്നു. അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടും വീണ്ടും ഇത്തരം വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രശ്മിക മന്ദാന, പ്രിയങ്ക ചോപ്ര, ആലിയ ഭട്ട്, കത്രീന കൈഫ് തുടങ്ങിയ നടിമാരാണ് ഡീപ് ഫേക്ക് വീഡിയോകളുടെ ഏറ്റവും പുതിയ ഇര. രശ്മിക മന്ദാനയുടെ വീഡിയോ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അമിതാഭ് ബച്ചൻ അടക്കമുള്ള താരങ്ങൾ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ബാക്കി എല്ലാ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നത് അതിനുശേഷമാണ്. സോഷ്യൽ മീഡിയകളിൽ നിന്നെടുക്കുന്ന ഇവരുടെ ചിത്രങ്ങൾ സമ്മതമില്ലാതെ ഉപയോഗിക്കുകയും മറ്റാരുടെയെങ്കിലും ശരീരത്തോടൊപ്പം മുഖങ്ങളും ശബ്ദങ്ങളും ഉപയോഗിച്ചുമാണ് ഈ വീഡിയോകൾ പുറത്തു വരുന്നത്. ഡീപ് ഫേക്കുകൾ വളരെ കാലമായി നിലവിലുണ്ട്. നേരത്തെ തന്നെ ഇത് സെലിബ്രിറ്റികളെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹോളിവുഡ് മേഖലയിൽ ഇതിന്റെ ആഘാതം നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. താലി പോട്ട്മാൻ, എമ്മ വാട്സൺ തുടങ്ങിയവരുടേതടക്കം ഇത്തരം വീഡിയോകൾ നേരത്തെ പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമീപകാല ദ്രുതഗതിയിലുള്ള വളർച്ച ആളുകളുടെ വ്യാജ ഓഡിയോയും വീഡിയോയും സൃഷ്ടിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരം വീഡിയോ നിർമ്മിക്കാനുള്ള ടൂളുകൾ ഏറ്റവും പുതിയ ടെക്നോളജി അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതായിരുന്നു മാറുകയായിരുന്നു. നിരവധി ടൂളുകൾ ഇപ്പോൾ സുലഭമാണ്. അത് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നതാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കുറഞ്ഞതോ അല്ലെങ്കിൽ ഒട്ടും ചിലവില്ലാതെയോ റിയലിസ്റ്റിക് സിന്തറ്റിക് ഇമേജുകൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും അശ്ലീല വീഡിയോകൾക്കായാണ് വ്യാജ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വ്യാജ വീഡിയോകൾ മിക്കവാറും എന്തുകൊണ്ടും നിർമ്മിക്കാം. നടി രശ്മികയുടെ ഡീപ് ഫേക്ക് വീഡിയോ ഇതിന് ഒരു ഉദാഹരണം മാത്രമാണ്. നടി പ്രിയങ്ക ചോപ്രയുടെ ശബ്ദമാണ് ഡീപ് ഫേക്ക് ഉപയോഗപ്പെടുത്തിയത്. തന്റെ മുഖമുള്ള ഒരു സ്ത്രീ ക്യാമറയിലേക്ക് നോക്കി അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുന്നതാണ് ആലിയ ഭട്ടിന്റെ വീഡിയോയിൽ കണ്ടത്. കത്രീന ധരിച്ചിരുന്ന വസ്ത്രത്തെ മാറ്റിയാണ് ഡീപ് ഫേക്ക് സൃഷ്ടിച്ചത്. ബോളിവുഡ് നടിമാർക്ക് പുറമെ വ്യവസായി രത്തൻ ടാറ്റ ഉൾപ്പെടെയുള്ളവരെ ഇത്തരം വീഡിയോകൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രവണത പ്രധാനമായും ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. ഗവേഷണ സ്ഥാപനമായ സെൻസിറ്റി AI കണക്കാക്കുന്നത് 90 മുതൽ 95% വരെ ഡീപ് ഫേക്കുകൾ സമ്മതമില്ലാതെ നിർമ്മിക്കുന്ന അശ്ലീലങ്ങളാണെന്നാണ്. ഇവരിൽ ഭൂരിഭാഗവും ലക്ഷ്യമിടുന്നത് സ്ത്രീകളെ തന്നെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രത്യേക പ്രശ്നമാണ്. കാരണം ഈ വീഡിയോ നിർമ്മാണങ്ങൾ അശ്ലീലവും ആക്രമണവും സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിന് ഒരു വിപണിയുമുണ്ട്. ഇന്ത്യൻ ടെക്നോളജി സർവീസ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയായ വിപ്രോയിലെ ഗ്ലോബൽ ചീഫ് പ്രൈവസി ഓഫീസർ ഇവാന ബോൾഡലെറ്റി പറഞ്ഞു, സ്ത്രീകളുടെ മൂല്യം പലപ്പോഴും സൗന്ദര്യ മാനദണ്ഡങ്ങളുമായി തുലനം ചെയ്യപ്പെടുന്നു. സ്ത്രീ ശരീരങ്ങൾ വസ്തുനിഷ്ഠമാക്കപ്പെടുന്നു, അവർ കൂട്ടിച്ചേർത്തു.